നമ്മുടെയൊക്കെ ലൈംഗിക ജീവിതം ചിലപ്പോഴെങ്കിലും ഒരു പതിവ് ശീലമായിട്ട് മാറാറില്ലേ? ആ പഴയ ആവേശമൊക്കെ കുറഞ്ഞ് അതൊരു ദിനചര്യയുടെ ഭാഗം മാത്രമായി ഒതുങ്ങിപ്പോകുന്ന പോലെ. എങ്കിൽ ഒരു ചെറിയ മാറ്റം കൊണ്ട് എങ്ങനെ വലിയ വ്യത്യാസങ്ങളുണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ലൈംഗികതയിലെ വൈവിധ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു രസകരമായ കാര്യമാണല്ലേ? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പെഴുതിയ കാമസൂത്രം പോലുള്ള ഗ്രന്ഥങ്ങളിൽ പോലും ലൈംഗികതയിലെ പരീക്ഷണങ്ങളെക്കുറിച്ചും വൈവിധ്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ബന്ധങ്ങളിലെ വിരസത ഒഴിവാക്കാനുള്ളൊരു വഴിയായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാര്യം നോക്കിയാലോ, നമ്മളിൽ ഭൂരിഭാഗം പേരും ഒരേ രീതികളിൽ, ഒരേ ശൈലിയിൽ അങ്ങ് കുടുങ്ങിക്കിടക്കുകയാണ്. ശരിക്കും നൂറുകണക്കിന് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടും സാധാരണയായി ഒരാൾ ജീവിതത്തിൽ എത്ര സെക്സ് പൊസിഷനുകൾ പരീക്ഷിക്കുന്നുണ്ടാകും? ഒന്ന് ഊഹിച്ചു നോക്കിക്കേ. ഉത്തരം കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടും. വെറും 3 എണ്ണം. അതെ, 3 എണ്ണം മാത്രം. പുരുഷൻ മുകളിൽ, സ്ത്രീ മുകളിൽ, പിന്നെ ഡോഗി സ്റ്റൈൽ. സാധാരണയായി ഈ 3 എണ്ണത്തിൽ ഒതുങ്ങും കാര്യങ്ങൾ. അപ്പോ ശരി, ഈ 3 എണ്ണത്തിനപ്പുറം ഒരു ലോകം തന്നെയുണ്ട്. ഈ പതിവ് ശൈലികളിൽ നിന്ന് പുറത്തുവരുന്നതുകൊണ്ടുള്ള യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം തന്നെ അതിന്റെ ശാരീരികമായ തലങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഇവിടെയാണ് കേട്ടോ അസൽ കളി. ഒരു ചെറിയ പൊസിഷൻ മാറ്റം മതി രണ്ടുപേർക്കും കിട്ടുന്ന അനുഭവത്തിൽ വലിയ വ്യത്യാസം വരാൻ. ചിലപ്പോൾ അത് പുരുഷന്റെ ലിംഗത്തിന് വലിപ്പം കൂടുതൽ തോന്നിക്കാൻ സഹായിച്ചേക്കാം. അല്ലെങ്കിൽ സ്ത്രീക്ക് യോനിയിലെ പേശികൾ ഉപയോഗിച്ച് കൂടുതൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കാം. ചുരുക്കത്തിൽ ഇരുവർക്കും കൂടുതൽ ആഴത്തിലുള്ള സുഖപ്രദമായ ഒരു അനുഭവം കിട്ടാൻ ഇത് സഹായിക്കും. ഇതൊരു ടൂൾ ബോക്സ് പോലെയാണെന്ന് വിചാരിച്ചോളൂ. ഓരോ പൊസിഷനും ഓരോ പ്രത്യേക ടൂളാണ്. ചില പൊസിഷനുകൾ ഉപയോഗിച്ച് ശരീരത്തിലെ പുതിയ ഇറോജിനസ് സോണുകളിൽ എത്താൻ പറ്റും. മറ്റു ചിലത് ഒരേ സമയം പലയിടത്തും ഉത്തേജനം നൽകി അനുഭവം ഒന്നുകൂടി തീവ്രമാക്കും. ഇതൊരു പുതിയ ലോകം തന്നെ നമുക്ക് മുന്നിൽ തുറന്നു തരും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ചാണ്. ഓർഗാസം ഗ്യാപ്പ്. അതായത് പുരുഷനും സ്ത്രീക്കും രതിമൂർച്ച അനുഭവിക്കുന്നതിലുള്ള ഒരു അന്തരം. ഈയൊരു അകലം കുറയ്ക്കാൻ പുതിയ പൊസിഷനുകൾക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഈ കണക്കൊന്ന് ശ്രദ്ധിക്കും. വെറും 25% സ്ത്രീകൾക്ക് മാത്രമാണ് ലിംഗപ്രവേശനത്തിലൂടെ മാത്രം രതിമൂർച്ച സംഭവിക്കുന്നത്. എന്താ ഇതിന്റെ അർത്ഥം? ബാക്കി വരുന്ന 75% സ്ത്രീകൾക്കും പൂർണ്ണമായ ആനന്ദത്തിന് അതിൽ കൂടുതൽ എന്തെങ്കിലും വേണം. അപ്പോ അവിടെയാണ് ഈ വൈവിധ്യത്തിന് വലിയൊരു പങ്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ പൊസിഷനുകൾ സഹായിക്കുക? വളരെ ലളിതമാണ്. ചില പൊസിഷനുകൾ സ്ത്രീയുടെ ഏറ്റവും സംവേദനക്ഷമമായ ഭാഗമായ ക്ലിറ്റോറിസിൽ നേരിട്ട് ഉത്തേജനം നൽകും. മറ്റു ചിലത് ജി-സ്പോട്ട് എന്നറിയപ്പെടുന്ന ആന്തരിക ഭാഗത്തെ ലക്ഷ്യം വയ്ക്കാൻ സഹായിക്കും. ഇനി ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവ രണ്ടും ഒരേ സമയം സാധ്യമാക്കുന്ന പൊസിഷനുകളുമുണ്ട്. ഇത് വെറുമൊരു കൗതുകമല്ല, മറിച്ച് ആനന്ദത്തിലേക്കുള്ള കൃത്യമായ വഴികളാണ്. ഓക്കേ, നമ്മളിതുവരെ സംസാരിച്ചത് മുഴുവൻ ശാരീരികമായ കാര്യങ്ങളാണ്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഇതിന് ശാരീരികതയ്ക്കുമപ്പുറം ഒരു തലമുണ്ട്. നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ മാനസികമായ അടുപ്പത്തെയൊക്കെ ഇതെങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ഈ 2 വാക്കുകൾ നോക്കൂ: ആശയവിനിമയം, പിന്നെ മാനസികമായ അടുപ്പം. ഒരുമിച്ച് പുതിയൊരു കാര്യം പരീക്ഷിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും സംസാരിച്ചു തുടങ്ങും, അല്ലേ? ഇതിഷ്ടമായോ? ഇങ്ങനെയാണോ നല്ലത്? എന്നൊക്കെ ചോദിക്കും. ആ തുറന്ന സംസാരമാണ് യഥാർത്ഥത്തിൽ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും മാനസികമായ അടുപ്പം കൂട്ടാനും സഹായിക്കുന്നത്. അപ്പോ ശരിക്കും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇഷ്ടമുള്ളത് തുറന്നു പറയാൻ ഒരു മടിയുമുണ്ടാകില്ല. ചില പൊസിഷനുകളിൽ നമുക്ക് കൂടുതൽ നേരം കണ്ണിൽ നോക്കിയിരിക്കാൻ പറ്റും. കൂടുതൽ സ്പർശിക്കാൻ അവസരങ്ങൾ കിട്ടും. ഇതെല്ലാം കൂടി ചേരുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. അത്രയുള്ളൂ. അപ്പോ ഇത്രയും കേട്ടുകഴിയുമ്പോൾ തോന്നുന്നുണ്ടോ ഒരു മാറ്റത്തിനുള്ള സമയമായെന്ന്? ആ പതിവ് ശീലങ്ങളിൽ നിന്ന് ഒന്ന് പുറത്തു കടന്ന് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിൽ പുതിയ സാധ്യതകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ സമയമായോ? ഈയൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർക്കുക, ഇതിന് വലിയൊരു ജിംനാസ്റ്റൊന്നും ആകേണ്ട ആവശ്യമില്ല. വേണ്ടത് ആ ഒരു മാറ്റത്തിനുള്ള മനസ്സാണ്. ഒരേ കാര്യം ചെയ്ത് മടുക്കുന്ന ആ വിരസതയെ മറികടക്കാനുള്ള ഒരു ചെറിയ ശ്രമം. അതുമാത്രം മതി നിങ്ങളുടെ ബന്ധത്തിൽ പുതിയൊരു ഊർജ്ജം കൊണ്ടുവരാൻ. അപ്പോൾ പിന്നെന്തിനാ കാത്തിരിക്കുന്നത്? നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങാൻ ഇതിലും നല്ലൊരു സമയം ഇനി കിട്ടില്ല.